നമ്മുടെ മനോനിലവാരത്തിനനുസരിച്ച്, നമ്മുടെ ദശാകാലത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ്. മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ പോരെ. പിന്നെന്തിനാണ് ഗൈനക്കോളജിസ്റ്റ്, ന്യൂറോ സർജൻ, പീഡിയാട്രീഷ്യൻ? മനുഷ്യ ശരീരത്തിനെ ചികിത്സിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് വിവിധ ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹിന്ദുത്വത്തിലെ നിയമതകൾ. നമുക്ക് 9 ദശാകാലങ്ങളുണ്ട്. ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ബുധൻ, വ്യാഴം, ശനി, കേതു, ശുക്രൻ, അങ്ങനെ 9 ദശാകാലങ്ങളുണ്ട്. നമ്മുടെ ദശാകാലങ്ങൾക്കനുസരിച്ച് നമുക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിഹാരം ലഭിക്കും. ഉദാഹരണമായി, നമ്മുടെ അസ്ഥി ഒന്നൊടിഞ്ഞു. നമ്മൾ അസ്ഥിരോഗ വിദഗ്ധനെയല്ലേ കാണാൻ പോകുന്നത്? സൂര്യനാണ് നമുക്ക് നീതനായെങ്കിൽ നമ്മൾ ശിവനെ കാണാൻ പോകും. ചൊവ്വയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ഭദ്രകാളിയെയോ സുബ്രഹ്മണ്യനെയോ കാണാൻ പോകും. ശനിയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ശനിയെയോ ധർമ്മശാസ്താവിനെയോ കാണാൻ പോകും. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വിവിധ ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നത് പോലെ ഭക്തരുടെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് ഇക്കണ്ട 33 കോടി ദേവതകളും എന്ന ഹിന്ദു ഇനി മുതൽ ഉത്തരം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശബരിമലയിലെ പൊന്നു18 വഴിയുടെ ഐതിഹ്യം എന്തെന്നാൽ, ആദ്യത്തെ 5 വഴികൾ പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, വായ എന്നിവയെയും അടുത്ത 8 വഴികൾ അഷ്ടരാഗങ്ങൾ അഥവാ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹങ്കാരം, അസൂയ എന്നിവയെയും അടുത്ത 3 പടികൾ ത്രിഗുണങ്ങളായ സത്വ,